ഇന്നും നമ്മൾ നല്ലൊരു ചായക്കടിയാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. മൈദ വെച്ചിട്ടാണ് ഈ ഒരു ചപ്പാത്തി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. പൊറോട്ടയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റിൽ അതുപോലൊക്കത്തെ ആ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ചപ്പാത്തിക്ക്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമുക്ക് രാവിലെയും കഴിക്കാം, വൈകുന്നേരം സ്നാക്സ് ആയിട്ടും കഴിക്കാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരും 1/2 കപ്പ് സാദാ വെള്ളവും കൂടി ചേർത്തിട്ട് ഇതാ മാവൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പിന്നീട് 1/2 കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് വെള്ളം വേണം തോന്നുകയാണെങ്കിൽ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു വെള്ളവും തൈരും പാകത്തിനാണ് മാവ് കുഴച്ചെടുക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വെള്ളത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പരത്തിയെടുക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നന്നായിട്ട് വെള്ളം കൂടിയിട്ട് കുഴഞ്ഞു പോവും. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പലകയിൽ വെച്ചിട്ട് ഈ ഒരു പാകത്തിനുള്ള ബോൾസ് ആക്കി എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് വട്ടത്തിൽ പരത്തിയെടുക്കണ്ട, അതുപോലെ തീരെ കനമില്ലാണ്ടെയുമല്ല, കുറച്ച് കട്ടിക്കാണ് നമ്മളിതിവിടെ പരത്തിയെടുക്കുന്നത്. അതാ ഈ ഒരു കട്ടിക്ക് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തിയെടുത്തിട്ടുള്ള ഓരോന്നും ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് പരത്തിയെടുക്കുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ നമ്മൾ അടുപ്പത്തിലേക്ക് ഒരു ദോശച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെ ഓയിൽ ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാവുന്നതാണ്. ഒരു വശം ഒന്ന് നന്നായിട്ട് കുക്കായി വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി വരും കേട്ടോ. കുമിളകളൊക്കെ വന്ന് ഇതുപോലെ മുരുമുരാന്നിരിക്കും. 2 വശവും നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതിവിടെ ആയി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ചിട്ട് വേണം നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട്. അങ്ങനെ ഇത് ആദ്യത്തേത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഞാൻ ഓരോന്നായിട്ട് ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറേശ്ശെ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ചപ്പാത്തിക്ക്. തൈര് എടുക്കുന്ന സമയത്ത് ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ചപ്പാത്തിക്ക് ഒരു പുളിപ്പുണ്ടാവും. അങ്ങനെയെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണേ. അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.